ഹലോ, ഇതാ ഞാനിത് ഇത്രയും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ ഗമ്മ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നേരം ഉണങ്ങാൻ കൂടി സമയം കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഒട്ടിച്ച പാടെ നിങ്ങളിങ്ങനെ കുടഞ്ഞൊന്നും നോക്കരുത്. ഇതിപ്പോൾ അത്യാവശ്യം ഒട്ടിയിട്ടുണ്ട്. ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, അതും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഭാഗവും കൂടി നിന്ന് ഒട്ടിക്കാം. ഇങ്ങനെ ഗമ്മ് കുറച്ചധികം ഒഴിച്ചിട്ട് ഇങ്ങനെ വേണം ഒട്ടിക്കാൻ. ജസ്റ്റ് ഇത് കുറേ ഇങ്ങനെ ഇട്ടാൽ മതി, അത് പിടിച്ചോളും. ബാക്കിയുള്ളത് കൊട്ടിക്കളയാം. ഇതാ നമ്മുടെ കുപ്പി ഉണങ്ങി നല്ല സെറ്റായിരിക്കുകയാണ്. ഇതാ ഗ്യാപ്പ് കണ്ടോ, ഇത് വാതിലും ജനലിനുള്ള ഗ്യാപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ബെഡ്സാണ്. ബെഡ്സിൽ ഇത് സാധാരണ ബെഡ്സ് അല്ല, ഇവിടെ പ്ലാസ്റ്റിക് അല്ല, ഇത് വുഡ് പോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒടിഞ്ഞൊന്നും പോകില്ല. ഇതില്ലാത്തവർ നിങ്ങൾക്ക് സാധാരണ ഈർക്കിലി ഉണ്ടല്ലോ, അതായാലും മതി. അത് ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഒരു പേപ്പറിൽ ഒട്ടിക്കാൻ പോവുകയാണ്. പേപ്പറിൽ ഒട്ടിച്ചിട്ട് നമുക്ക് ഒരു ജെൽ പോലെ കളർ ചെയ്തെടുത്തിട്ട് അതിനുശേഷം നമുക്ക് ആ ബോട്ടിലിൽ ഫിക്സ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ ഒരു സൈസിനനുസരിച്ച് ഞാനിതാ ഇങ്ങനെ മടക്കി. അപ്പോൾ നിങ്ങളെ കുപ്പീൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് മേൽക്കൂര എത്ര വേണം എന്നുള്ളതിനനുസരിച്ച് മടക്കാം. ഇങ്ങനെ ഒരു ഷേപ്പിൽ മടക്കിയിട്ട് ജസ്റ്റ് സ്റ്റാപ്ലർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മേൽക്കൂര റെഡി ആയിട്ടുണ്ട്. അത് ഈ കുപ്പിയിൽ വെക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. അത് നിങ്ങളെ ആ ഒരു കുപ്പീൻ്റെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പുല്ലിടാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പഴയ മോഡൽ വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതേപോലുള്ള ഈർക്കലിയും ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് പുല്ല് മുകളിലിടണം. അതെങ്ങനെ ഇടുക നോക്കാം കേട്ടോ.